നിമിഷപ്രിയ കേസ് 2 മാസത്തേക്ക് മാറ്റിവെച്ചു സുപ്രീം കോടതി. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ചകൾ നടക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, കേരളത്തിൽ എല്ലാവർക്കും അറിയാം അത് ഈ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളത്. അതിപ്പോൾ കോടതിയെ അറിയിച്ച് തൽക്കാലത്തേക്ക് ആ ചർച്ചകൾ ഒരു പൂർത്തീകരിക്കുന്നത് വരെ, അതിലൊരു തീരുമാനമാവുന്നത് വരെ നടപടികൾ മാറ്റിവെക്കാമെന്നാണോ കോടതി പറയുന്നത്? ഹർഷൻ, അതുതന്നെയാണ്. കാരണം ചർച്ചകൾ തുടരുന്ന അവസ്ഥയിൽ സർക്കാരിൻ്റെ ഇടപെടൽ അല്ല ഉള്ളത് എന്നുള്ള രീതിയിലാണ് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും കേസ് എത്തിയ സമയത്ത് എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക ഡെവലപ്മെൻറ്റ് ഈ കേസിലുണ്ടെങ്കിൽ ഉടൻ തന്നെ കോടതിയെ അറിയിക്കാനും മെൻഷൻ ചെയ്യാനുമുള്ള ഒരു അവകാശവും കൂടി കോടതി ഇന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകന് നൽകിയിട്ടുണ്ട്. നിമിഷപ്രിയ കേസിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് ഇപ്പോഴാണ് ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാന്തപുരത്തിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് കോടതിയിൽ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇത്തരമൊരു ചർച്ച നടക്കുന്നില്ല, അല്ലെ തങ്ങളുടെ അറിവോടുകൂടിയല്ല എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും കേന്ദ്രത്തിൻ്റെ അഭിഭാഷകനും കോടതിയിലുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾ, ചർച്ചയെക്കുറിച്ചുള്ള വിശദീകരണം കോടതിയെ ധരിപ്പിക്കണമെന്ന വാക്കാൽ പരാമർശവും കോടതി നടത്തിയിട്ടുണ്ട്. ഹർഷൻ, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയ കേസ് മാറ്റിവെച്ചു.